ഹലോ എവ്രി വൺ, ലോ ഗ്രാൻഡിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 10th പ്രിലിംസ് സ്റ്റേജ് 1 എക്സാംസ് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എക്സാം പാടായിരുന്നോ അതോ നിങ്ങൾക്ക് അത്യാവശ്യം എഴുതാൻ പറ്റുമോ എന്നുള്ളതെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമുക്ക് എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ പെട്ടെന്നൊരു ഒറ്റ നോട്ടത്തിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ തോന്നുന്നത്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റിയവർക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാനും പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു കേട്ടോ. വൺ വേർഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം എളുപ്പമുള്ളതാണ്. അതെല്ലാം നെഗറ്റീവ് വരുത്താതെ മാർക്ക് സ്കോർ ചെയ്തവർക്ക് നല്ലൊരു മാർക്ക് തന്നെ കിട്ടുന്നതാണ്. അവരെന്തായാലും പ്രിലിംസിൻ്റെ ലിസ്റ്റിൽ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നോക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ എ കോഡാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ആൻസേഴ്സ് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ, എക്സ്പ്ലനേഷൻ പറയുന്നില്ല. നമുക്ക് ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് എടുക്കാം കേട്ടോ. ബാക്കിയുള്ള സ്റ്റേജുകാർ കറക്റ്റായിട്ട് തന്നെ അത് പഠിച്ചിരിക്കുക. അപ്പം നമുക്ക് എക്സാംസ് നമുക്കും ഇനി വരുന്ന സ്റ്റേജുകാരും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ പോയാൽ മതി. അപ്പം ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് വെച്ചുകൊണ്ട് നമുക്ക് വീഡിയോസ് ഇടാം കേട്ടോ ഇനി അടുത്തത്. അപ്പം നമ്മൾ ഇതിനകത്ത് ആൻസേഴ്സ് മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഒന്നാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2, 3, 4 മാത്രമാണ് ശരിയെന്ന് പറയുന്നത്, 1 തെറ്റാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുരിശ് കലാപത്തെ പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? അപ്പോൾ തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായതും ശരിയായതും ഒക്കെ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പോൾ തന്നെ മാർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരുപാട് സമയനഷ്ടം ഉണ്ടായിട്ടുണ്ടാവില്ല. രണ്ടാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 2, 3 മാത്രമാണ് ശരി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാങ് കാങ്ങിനെ കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനയിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊഫഷണൽ ആൻസർ ഒക്കെ വന്നിരിക്കുന്നത് എല്ലാം ശരിയാണ് എന്നതാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. 1, 2, 4. മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. 24ലാണ് ഗാന്ധിയുടെ പ്രസിഡന്റായിട്ട് നിയമിക്കുന്നത്, അത് ഓർത്തിരിക്കുക. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 1ഉം 4ഉം മാത്രമെന്നാണ്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉം മാത്രമാണ് ഇവിടെ ശരിയെന്ന് പറയുന്നത്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് എന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഏഴാമത്തേതിന്റെ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം 3ഉം ശരിയാണ്, 4 മാത്രം തെറ്റ് എന്നുള്ള രീതിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതെന്നാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 4 മാത്രം. ഓടക്കുഴൽ അവാർഡ് ഡി വിനയചന്ദ്രൻ എന്നുള്ളതാണ് തെറ്റെന്ന് പറയുന്നത്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണക്രമം എഴുതുക. അപ്പോൾ കാലഗണനയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് അതെന്ന് പറയുന്നത്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. 2, 3, 4, 1 എന്ന് പറയുന്നതാണ് ആൻസർ. ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ, കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 3ഉമാണ് ശരിയെന്ന് പറയുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, കിബുൾ ലംജാവോ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കിബുൾ ലംജാവോ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം ആണ് ചോദിച്ചിരിക്കുന്നത്. 12ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അഹമ്മദാബാദ്. 13, ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം ഏതാണ്? 13ന്റെ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്. ഖാരിഫ്. 14, അവശിഷ്ട പർവ്വതങ്ങൾക്ക് അഥവാ റെസിഡ്വൽ പർവ്വതത്തിന് ഉദാഹരണം ഏതാണ്? അവശിഷ്ട പർവ്വതമാണ് ഏത്? ഓപ്ഷൻ എ ആരവല്ലി എന്ന് പറയുന്നത് കേട്ടോ. 15, ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഖാദന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ചുവപ്പ് മണ്ണ് അഥവാ റെഡ് സോയിൽ ആണ് ആൻസർ എന്ന് പറയുന്നത്. 16, ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം. ചെമ്പ് കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. മധ്യപ്രദേശ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, കൽക്കരിയുടെ ഉന്നതമായ വകഭേദം ഏതാണ്? കൽക്കരിയുടെ ഉന്നതമായ വകഭേദം ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ആന്ത്രസൈറ്റ്. 18, മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധിതമാക്കിയ ആദ്യ സംസ്ഥാനം. ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. തമിഴ്നാട്. 19ാമത്തെ ക്വസ്റ്റ്യൻ, മെക്സിക്കോയിലെ വെട്ടിച്ചുട്ട് കൃഷി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. മിൽപ്പ. 20ാമത്തെ ക്വസ്റ്റ്യൻ, ചിപ്കോ പ്രസ്ഥാനം ഏതുമായി ചേർത്ത് വിളിക്കാം?
ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നതിന് എന്നാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. 21ാമത്തെ ക്വസ്റ്റ്യൻ 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, 1937 കേട്ടോ. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ട ആണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓപ്ഷൻ സി ആണ് ക്വിറ്റ് ഇന്ത്യ സമരം. 23 താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി ഏതാണ്? ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, വേദാധികാര നിരൂപണം. ഇവിടോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് നന്നായിട്ട് തന്നെ എഴുതാനായിട്ട് പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. 24 ദേശീയ വിദ്യാഭ്യാസ നിയമമായ നവംബർ 11 താഴെ പറയുന്നവയിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആരുമായിട്ടാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓപ്ഷൻ ബി ആണ് 24ന്റെ ആൻസർ എന്ന് പറയുന്നത്. 25 ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാളി സാഹിത്യകാരൻ ആരെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്, ഒളപ്പമണ്ണ സുബ്രഹ്മണ്യ നമ്പൂതിരിയാണ് കേട്ടോ. 26 താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 3ഉം. ഏതൊക്കെ? രാധാകൃഷ്ണ കമ്മീഷനും അതുപോലെ തന്നെ കോത്താരി കമ്മീഷനുമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തേഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? തേഭാഗ എവിടെയാണ് നടന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 27ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബംഗാളാണ്. 28 ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, രാജാറാം മോഹൻ റോയ്. 29 ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെ നിന്നാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? ഡെൻമാർക്കുകാരുടെ ആധിപത്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം നമുക്ക് അറിഞ്ഞുകൊണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഓപ്ഷനിൽ നിന്നും ഉത്തരം എഴുതാനായിട്ട് പറ്റും കേട്ടോ. ഗോവയും ചന്ദ്രനഗറും പോണ്ടിച്ചേരിയും എല്ലാം ബാക്കിയുള്ളവരുടേതാണെന്ന് അറിയാമെങ്കിൽ ചാൻകി ബാർ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 29ൻ്റെത്. താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത് ഏതെന്നാണ് ചോദ്യം. ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, കുറിച്യ കലാപമാണ്. 1812 കുറിച്യ കലാപം എന്ന് പറയുന്നത്. ഇനി 31ാമത്തെ ക്വസ്റ്റ്യൻ മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 31ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1ഉം 3ഉമാണ്. രണ്ടാമത്തെ സർക്കാരിയ കമ്മീഷൻ തെറ്റാണ്. 32 ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട താഴെ നൽകിയിരിക്കുന്ന ശരി ഏതെന്നാണ് ചോദ്യം. എല്ലാം ശരിയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഡി ആണ്, 1ഉം 3ഉമാണ്. ഹിന്ദി ഭാഷയിലല്ല രചിക്കപ്പെട്ടത്, ബംഗാളി ഭാഷയിലാണ് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക, പെട്ടെന്ന് എഴുതുമ്പോൾ ഒന്നും തിരിഞ്ഞു പോകരുത്. 33ാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 33ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 1, 2, 4. ഡിസംബർ 10 ഒക്ടോബർ 12 നിലവിൽ വരുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി 34ാമത്തെ ക്വസ്റ്റ്യൻ 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായത്? കേരള പ്രഭയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് കൊടുത്തിരിക്കുന്നത് സി ആണ്. കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചവർക്കൊക്കെ ഈ ക്വസ്റ്റ്യൻ എഴുതാനായിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കും. 35 ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 35ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 4 എന്നാണ്. 4ാമത്തെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഏതാണ്? 29ാമത്തെ ആർട്ടിക്കിൾ ആണ് കേട്ടോ. 25നും 28നും ഇടയ്ക്കുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി 36ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. 2024 ബ്രിക്സിന്റെ സമ്മേളന വേദിയാണ് ചോദിച്ചിരിക്കുന്നത്. റഷ്യയാണ് ആൻസർ. 37 കുറിച്യ ലഹളയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് 37ൻ്റെത് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് കേട്ടോ. 1, 3, 4 ശരിയെന്ന് പറയുന്നത്. 1, 3, 4 ശരിയെന്ന് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റെന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 38 കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ സി ആണ് കൊടുത്തിരിക്കുന്നത്. കേരളീയ സഗുണ ബോധിനി എന്നാണ് ഉത്തരം കൊടുത്തിരിക്കുന്നത്. ഇനി 39ാമത്തെ ക്വസ്റ്റ്യൻ വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ കൊടുത്തിരിക്കുന്നത് 39ൻ്റെത് ഓപ്ഷൻ സി ആണ്, 1, 2, 3 ആണ് കേട്ടോ. എല്ലാം ശരിയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. 40 2024 ഉപതെരഞ്ഞെടുപ്പിൽ നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. തിരിഞ്ഞു പോകരുത്. ഓപ്ഷൻ ഡി ആണ്, പാലക്കാടും ചേലക്കരയിലും മാത്രമേ ഉള്ളൂ. വയനാട്ടിൽ നടന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പായിരുന്നു കേട്ടോ. ഇനി 41ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 41ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 41. 42ാമത്തെ ക്വസ്റ്റ്യൻ 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, വയനാട്. 43 കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പള്ളിവാസൽ കേട്ടോ. അടുത്ത 44ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? കേരളത്തിലാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, ലാറ്ററൈറ്റ് മണ്ണ്. 45 റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം. ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, പറമ്പിക്കുളം.
46 ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്? വാഗ്ഭടാനന്ദനാണ് കേട്ടോ. കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ എത്രയാണ്? 20 ലോക്സഭാ സീറ്റുകളാണ്. ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ് 47. ഇനി 48 കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി റോഷി അഗസ്ത്യൻ. അടുത്ത 49ാമത്തെ ക്വസ്റ്റ്യൻ, 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? ആൻസർ ഈസ് ഓപ്ഷൻ എ 5. 50 കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്നാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. 51 കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷം? കേരളത്തിലെയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് 1861. 52 പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഈസ് ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. 53 തിരുവിതാംകൂർ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? തിരുവിതാംകൂറുമായിട്ട് ബന്ധമില്ലാത്ത പ്രക്ഷോഭം ഏതെന്നാണ്? ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് കീഴരിയൂർ ബോംബ് കേസ്. 54 വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു? വൈക്കം. ആൻസർ ഓപ്ഷൻ എ ആണ് ടി.കെ. മാധവനാണ് കേട്ടോ. 55 1817 ഗൗരി പാർവതിഭായ് പുറപ്പെടുവിച്ച വിളംബരത്തിന് ശ്രദ്ധേയമായ പരിഷ്കാരം ഏതായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. 55 ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. 56 യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര് എന്നാണ് ക്വസ്റ്റ്യൻ. 56 ഓപ്ഷൻ ബി ആണ് വി ടി ഭട്ടതിരിപ്പാട് കേട്ടോ. 57 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏതെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ജനസംഖ്യാനുപാതമായ സംവരണം. ഇതെല്ലാം SCRT ഫാക്ട്സ് ആണ് കേട്ടോ. SCRTയിൽ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. SCRT നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് നന്നായിട്ട് ഈ ഒരു ഭാഗത്തു നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കും. ലാസ്റ്റ് മിനിറ്റ് റിവൈസ് ചെയ്ത് നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടവർക്ക് നന്നായിട്ട് തന്നെ എഴുതാനായിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കും. 58 മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് അർണോസ് പാതിരി. 59 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വേലുത്തമ്പി ദളവ. 60 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിതമായ സ്ഥലം ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ ആലപ്പുഴ. 61 ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര്? തന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് വാൾട്ടർ ജി റോസ്. 62ാമത്തെ ക്വസ്റ്റ്യൻ, അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏത് എന്നാണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ പ്ലാസന്റ. 63 കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് സ്ക്ലിയറൻ കൈമ. 64 ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ്? ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് വില്ലസുകൾ. 65 വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വൃക്ക ധമനി. 66ാമത്തെ ക്വസ്റ്റ്യൻ, നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പൊ ആൻസർ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് 3ഉം 4ഉം ആണ് കേട്ടോ. ഇനി 67 ന്യൂക്ലിയസ് അല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന ഭാഗമാണ്. ആൻസർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് മൊറീനയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 68 ഭീമാകാരത്വം ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് സൊമാറ്റോട്രോപ്പിൻ. 69 കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുകയാണ്. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. 69ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് 4 മാത്രമാണ് ഇവിടെ ശരിയായിട്ട് കൊടുത്തിരിക്കുന്നത്. 70ാമത്തെ ക്വസ്റ്റ്യൻ, വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണപ്പെടുന്നതെന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കണ്ണിലാണ് കേട്ടോ. ഇനി 71 ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം ഏതാണ്? എന്താണ്? യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു. ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. 72ാമത്തെ ക്വസ്റ്റ്യൻ, ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ആൻസർ ഈസ് ഓപ്ഷൻ ബി സമ്പുഷ്ട യുറേനിയം. 73 വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജ്ജം എത്രയാകും? ഓപ്ഷൻ ഡി ആണ് 4 മടങ്ങാകും. പെട്ടെന്ന് കയറി സി എന്നും എഴുതി കളയരുത് കേട്ടോ. 74ാമത്തെ ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് സ്കെയിലാർ വെക്ടർ ക്വാണ്ടിറ്റീസിനെ തമ്മിൽ തിരിച്ചറിയുക എന്നുള്ളതായിരുന്നു ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 75 അന്തരീക്ഷ മർദ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ബാരോമീറ്റർ. 76 ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോംസണുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് ന്യൂട്രോണിനെ കണ്ടെത്തി. ജെയിംസ് ചാഡ്വിക് ആണ് കണ്ടെത്തിയതെന്ന് ഓർത്തിരിക്കുക. 77 റബ്ബറിന്റെ മോണോമർ ഏതാണെന്നാണ് ചോദ്യം. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് ഐസോപ്രീൻ ആണ് കേട്ടോ. അപ്പൊ അറിയാവുന്നവർ എഴുതിയാൽ മതി, അല്ലാത്തവർ ക്വസ്റ്റ്യനൊക്കെ സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത്. നെഗറ്റീവ് വെറുതെ വരുത്തരുത്. 78 റേഡിയോ
തീവ്രത കണ്ടെത്തിയത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഇസ് ഓപ്ഷൻ സി ആണ്, ഹെൻറി ബെക്വറൽ കേട്ടോ. 79ാമത്തെ ക്വസ്റ്റ്യൻ, ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിന്റെ അയിരനാണ്? ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, അലൂമിനിയം. 80ാമത്തെ ക്വസ്റ്റ്യൻ, ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഐസോബാറുകൾ. കറക്റ്റായിട്ട് തന്നെ വായിച്ച് ഉത്തരം എഴുതാൻ ശ്രമിക്കുക, തെറ്റിക്കരുത് കേട്ടോ ഇതൊന്നും. ഇനി മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ കോഡ് എ ആണ് നമ്മൾ നോക്കുന്നത്. ബാക്കി കോഡുകാർ ശ്രദ്ധിച്ചു നോക്കുക, ആൻസേഴ്സ് മാത്രം വായിച്ചു പോവുകയാണ് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 81ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സമചിത്രാകൃതിയിലുള്ള ഒരു തുണിയുടെ ആ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് 81ൻ്റെത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. 82 ചിഹ്നങ്ങൾ പരസ്പരം മാറ്റുക എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 82ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, മൈനസും ഡിവിഷനും തമ്മിലാണ് മാറ്റേണ്ടത്. 83 രണ്ട് സംഖ്യയുടെ ലെസ് ആകൂ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഇസ് ഓപ്ഷൻ ഡി ആണ്, 15 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 84ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, റൂട്ടിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു 84. 85ാമത്തേത് വെള്ളവും പാലുമായിട്ടുള്ള ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് 85. ആൻസർ ഇസ് ഓപ്ഷൻ എ ആണ്, 100 മില്ലി ലിറ്റർ ആണ് കേട്ടോ. 86 ബോട്ട് മാസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 86ന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, 20 ആണ് കിട്ടുന്നത് കേട്ടോ. 87 6.4 സ്ക്വയർ മൈനസ് 3.6 സ്ക്വയർ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. 87ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 10 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 88ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 16.3 സെന്റിമീറ്റർ വശമുള്ള എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ക്വസ്റ്റ്യൻ ആണ് 88. അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 0.5 സെന്റിമീറ്റർ ആണ് കേട്ടോ. 89 എന്റെ കയ്യിൽ 60 10 രൂപ നോട്ടുകളുണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 7634 ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേട്ടോ. ഇനി 90ാമത്തെ ക്വസ്റ്റ്യൻ, വിട്ടുപോയത് പൂരിപ്പിക്കുക എന്നുള്ളതായിരുന്നു, എളുപ്പമുള്ളതായിരുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 41. 91ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു പ്രത്യേക ഭാഷയിൽ എന്ന് എഴുതിയിരിക്കുന്നതാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, HLFI എന്നുള്ളതാണ് ആൻസർ. ഇനി 92ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കുടുംബത്തിൽ അജയനം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ക്വസ്റ്റ്യൻ. 92ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 17 ആണ്. എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. 93 ഒരു ക്രിക്കറ്റ് കളിയിൽ ആദ്യത്തെ 10 ഓവറിൽ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ക്വസ്റ്റ്യൻ. ആൻസർ ഈസ് ഓപ്ഷൻ ഇ ആണ്, 6.25. 94 ജോസഫ് ഒരു സ്ഥലത്ത് നിന്ന്, ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, 120 കിലോമീറ്റർ. 95 2850 രൂപയ്ക്ക് സൈക്കിൾ വിറ്റപ്പോൾ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ക്വസ്റ്റ്യൻ. 95ന്റെ ആൻസർ ഈസ് ഓപ്ഷൻ ബി, 2700 ആണ് കേട്ടോ. ഇനി 96 3 വയസ്സിന്റെ വ്യത്യാസത്തിൽ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 4 ആണ് കേട്ടോ. 97 853 ഇൻറ്റു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ക്വസ്റ്റ്യൻ ആണ്. 97ന്റെ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 6 ആണ് കേട്ടോ. ഇനി 98ാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന ജോഡികളിൽ വ്യത്യാസമുള്ള ജോഡി ഏതെന്നാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 19ഉം 90ഉം ആണ് വ്യത്യസ്തമായ ജോഡി. 99 വരുമാനവുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. മോഹനന്റെ ഒരു മാസത്തെ വരുമാനവുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു 99. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 23,500 ആണ് ആൻസർ വരുന്നത്. 100ാമത്തെ ക്വസ്റ്റ്യൻ, 5 - 1/4 + 2 1/2 എന്ന് പറയുന്നത് തുടങ്ങുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. 100ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 0 ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ബാക്കി കോഡുകാർ കിട്ടിയവര് മാത്സിന്റെ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. പിന്നെ എത്രത്തോളം നിങ്ങൾ നെഗറ്റീവ് കുറച്ച് എഴുതിയിട്ടുണ്ടോ അവർക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കും. അപ്പം ഇതിൽ നിങ്ങൾ പേടിക്കേ വേണ്ട, ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫായെന്ന് ഓർത്ത് സങ്കടപ്പെടുകയൊന്നും വേണ്ട എഴുതിയവർ. ഇനി ബാക്കിയുള്ള സ്റ്റേജിന്റെ എക്സാമും കൂടെ എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ കട്ട് ഓഫ് എന്തായാലും നിർണ്ണയിക്കുന്നത്. അപ്പം എന്തായാലും ഈ ഒരു നമുക്ക് സ്റ്റേജിന് നോർമലൈസേഷൻ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് എബോവ് ആയിട്ട് 60+ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം സേഫ് സോണിലാണ് കേട്ടോ. അപ്പോൾ 65ന് എബോവ് ആയിട്ട് കിട്ടിയിട്ടുള്ളവർ നന്നായിട്ട് തന്നെ ഇനി മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങുക. 60 എബോവ് കിട്ടിയവർ എന്തായാലും പേടിക്കണം, നിങ്ങൾക്ക് നോർമലൈസേഷനും കൂടെ വന്നിട്ട് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കി ഒന്ന് സമയം ക്രമീകരിച്ച് മാത്സും എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുള്ളവർക്ക് എന്തായാലും 65 എബോവിന് വാങ്ങിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കും ഈ ഒരു എക്സാമിന്. അപ്പോൾ 60 എബോവ് വാങ്ങിച്ചവർ നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷനും റിലേറ്റഡ് ഫാക്ട്സുമായിട്ടുള്ള വീഡിയോസ് നമ്മളിനി ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള സ്റ്റേജുകാർ അതുകൂടി കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.